ഒരിക്കൽ റസൂൽ തന്നെ ഇങ്ങനെ കവിളിൽ ഇങ്ങനെ തലോടി. ഇപ്പോഴും ഞാൻ അജിദു ബർദതഹു ആ കയ്യിൻ്റെ ആ തണുപ്പും അതിൻ്റെ ആ ഒരു സുഗന്ധം ഇപ്പോഴും ഇങ്ങനെ അടിക്കാറുണ്ട് എൻ്റെ ഇവിടുന്ന്. അത്തർ കച്ചവടക്കാരന്റെ സഞ്ചിന്റെ അടുത്ത കൈ പോലെയാകും റസൂലുള്ളാഹിന്റെ കൈ. അത്തർ കച്ചവടക്കാരന്റെ സഞ്ചിന്റെ അടുത്ത കൈ പോലെയായിരുന്നു ഹബീബ റസൂലുള്ളാഹി. നല്ല സുഗന്ധം പൂശുക. ഇനി ചിന്തിക്കണം. തുബറാനിന്റെ ഒക്കെ പ്രത്യേക ഹദീസാ, ശ്രദ്ധിക്കണം, ഭയങ്കര ശ്രദ്ധിക്കണം. ഫഇന്ന ബനി ഇസ്രായീല ലം യകൂനു യഫഅലൂന ദാലിക. ബനു ഇസ്രായേലിലെ ആണുങ്ങൾ സൗന്ദര്യം ബോധം പുലർത്തിയിരുന്നില്ല. ഫസനത് നിസാഉഹും, അങ്ങനെയാണ് പെണ്ണുങ്ങൾ വ്യഭിചാരിണികളായത്. തുബറാനി ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത്? ബനു ഇസ്രായേലിലെ പെണ്ണുങ്ങൾ വ്യഭിചാരിണികളാകാൻ കാരണം അവരെ ഭർത്താക്കന്മാര് അവരെ ഫോം കീപ്പ് ചെയ്തില്ല. മനസ്സിലായില്ലേ? മനോഹരമായി അണിഞ്ഞൊരുങ്ങി അത്തർ പൂശയൊന്നും ചെയ്തില്ല. അപ്പോൾ പിന്നെ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെയും മറ്റും തേടി പെണ്ണുങ്ങൾ വ്യഭിചരിച്ചു. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരിക്കലും. അതുകൊണ്ട് സൗന്ദര്യം പരമാവധി ഒരു ദിവസം അണിഞ്ഞൊരു വസ്ത്രം വേറെ ദിവസത്തേക്ക് ഇടാതിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതൊക്കെ നല്ല സൂക്ഷിക്കുക. അത്തർ പൂശ, നല്ല ഒരു ഭംഗി, കാര്യം, പെരുമാറ്റം നല്ല ഇത് തന്നെയാ ഈ ഒരു രീതി. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. കാന ഫിൽ മസ്ജിദ് റസൂൽ അന്ന നബിയ കാന ഫിൽ മസ്ജിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല റജുലുൻ. റസൂൽ ഒരു പള്ളിയിലായിരുന്നു. ഒരാൾ സദസ്സിലേക്ക് കയറി വന്നു. തലയും മുടിയൊക്കെ ഇങ്ങോട്ട് പറന്നിട്ടുണ്ട്. മനസ്സിലായില്ല? പുറത്തു പോകുന്ന റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. താടി മുടി ഒടുക്കിയിട്ട് വന്നാ മതി എന്ന് റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു. അങ്ങനെ അയാള് താടി മുടിയൊക്കെ ഒടുക്കി എല്ലാം കഴിഞ്ഞ് മടങ്ങിയോ. ഒരു ശൈത്താനെ പോലെ ഇവിടെ വന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കോലമല്ലേ, ഇപ്പൊ എന്ത് ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു ഹബീബായ നബി. ആ 5 കാര്യങ്ങൾ ആണുങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ഹൽഖുൽ ആനതി, ഗുഹ്യരോഗങ്ങൾ, രോമങ്ങൾ അടക്കമുള്ള ഉള്ളിലെ രോമങ്ങളെ 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒഴിവാക്കുക. നീട്ടരുത്. ഏറി വന്നാൽ അക്സർ 40 കഴിഞ്ഞാൽ പിന്നെ അത് കറാഹത്തായിരിക്കും. മനസ്സിലാവണില്ല? ഉള്ളിലെ കക്ഷരോമങ്ങൾ മനുഷ്യൻ എപ്പോഴും വളരെ, പുറം മാത്രമല്ല, പുറം നളീഫായ പോരാ, ഉള്ളു നളീഫാണ്. കാരണം ഹുന്ന ലിബാസുല്ലക്കും, നിങ്ങളെ ഉള്ളു കാണുന്നവരാണ് ആര്? ഭാര്യമാര്. അവർക്ക് നിങ്ങളെ ശരീരം കാണുമ്പോൾ അറപ്പുണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവണം? ഒന്ന് പറയും മനുഷ്യന്മാര്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്കുക. ഉള്ളിലുള്ള ഈ രോമങ്ങളെല്ലാം 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒഴിവാക്കി കളയുക. പിന്നെയോ കക്ഷത്തെ ഒക്കെ ഒഴിവാക്കുക, പഠിച്ചൊഴിവാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കാതെ വ്യാഴാഴ്ച രാവിൽ സുന്നത്താകുന്നു. ചില ആളുകളുണ്ട് മീശ വടിക്കുന്ന ഒരു പരിപാടി. അത് അമിതാഭ് ബച്ചന്റെ സുന്നത്താ, അല്ലാതെ ആഹാരുടെ സുന്നത്തല്ല. മുഹമ്മദ് നബിയുടെ സുന്നത്തല്ല. അത് അമിതാഭ് ബച്ചനെ അടക്കമുള്ള ആളുകളുടെയൊക്കെ സുന്നത്താണ്. ഹബീബ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എങ്ങനെ തന്നെയാണ്? കസ്സുശാരിബി, മീശ വെട്ടുക. മീശ വെട്ടുക അവിടെ തന്നെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മീശ പറ്റ വെട്ടുക എന്ന് പറഞ്ഞാൽ പറ്റ ഇല്ലാത്ത രൂപത്തിൽ വെട്ടാനും പാടില്ല. അവന്റെ റുജൂലിയത്ത് നിലനിർത്തി വെട്ടുക. അവൻ ആണാണെന്ന് അറിയുന്ന രൂപത്തിൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് പൗരുഷം നിലനിർത്തി വെട്ടുക. അവന്റെ ചുണ്ടിന്റെ ചുവപ്പ് മറയാനൊട്ട് സമ്മതിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ല? ചുണ്ടിന്റെ ചുവപ്പ് മറയുന്ന രൂപത്തിൽ മീശ വളർത്തരുത്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചില ആളുകളൊക്കെ ഇങ്ങനെ മീശ വളർത്തിയത് കണ്ടാല് ഈ വെള്ളം കുടിപ്പോയ കയ്യിലൊക്കെ വല്ല ചവറുണ്ടെങ്കിൽ തടയാൻ പറ്റും. ആ കോലത്തിലായിരിക്കും ചില ആളുകളെ മീശ ഇങ്ങനെ തടഞ്ഞു ഉള്ളിലേക്ക്. ഒരു അരിപ്പയുടെ ഉപയോഗം ഉണ്ടാവും മീശക്ക്. അങ്ങനെ ആവരുത്. അത് കട്ടി കുറച്ചിട്ട് വെട്ടുക. പക്ഷെ പറ്റാണ്ട് പൗരുഷം കളയുന്ന രൂപത്തിലാകാൻ പാടില്ല. പിന്നെയോ പിന്നെ താടിയെ നന്നാക്കി വിടുക.
താടി ഇങ്ങനെ ശൈത്താനായി വിടരുത്, അതിലും അർത്ഥമില്ല. ചില ആളുകൾ ലഹ്യത്തിന് അർത്ഥം മനസ്സിലാക്കിയത് എങ്ങനെങ്കിലും ഒരെണ്ണോ രണ്ടോ രോമം ഉള്ളത് അതിൻ്റെ കൊലത്തിൽ നിർത്തുക, അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ വൃത്തിയിൽ നിർത്തുക. കണ്ടാൽ തന്നെ ഒരു വൃത്തി വേണമല്ലോ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാ യുദിഅ മാ ബൈനഹു വബൈന സൗജതിഹി. ഇങ്ങോട്ട് നോക്ക്. ഭാര്യയും അവനും തമ്മിലുള്ള രഹസ്യം യാതൊരു കാരണവശാലും പുറത്ത് പറഞ്ഞാൽ അതവന് നരകമായിരിക്കും. അത് ഭാര്യയും പുറത്താക്കാൻ പാടില്ല, ഭർത്താവും പുറത്താക്കാൻ പാടില്ല. ഭാര്യ ഭർത്തൃ രഹസ്യ കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് ഇന്നാ ശർറന്നാസി മൻസിലതന്നോ സ്വഹീഹ് മുസ്ലിം. കേട്ടോളൂ. ഉറങ്ങുന്നുണ്ടോ? കേൾക്കണില്ലേ? ശരിക്കണില്ലേ? ഇന്നാ ശർറ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. കേട്ടോളൂ. ഇന്നാ ശർറന്നാസി മൻസിലതൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ അർറജുലു യുഫ്ലി ലംറാതിഹി, എന്നിട്ട് വതുഫ്ലി ഇലൈഹി, അവനും അവരും അവൾ ആവശ്യം നിർവഹിക്കും. സുമ്മ യൻശുറു സിർറഹ, എന്നിട്ട് രഹസ്യം അവൻ പരത്തും. അവന്റെ ഭാര്യയെ അവൻ സമീപിച്ച കാര്യങ്ങൾ, അവരിടയിൽ വീട്ടിൽ നടക്കുന്ന കാര്യം സ്വന്തം കൂട്ടുകാരനോടെങ്കിലും പറയുക. ഇതൊക്കെ ചെറുപ്പക്കാരുടെ രീതിയുള്ള ഒരു കാര്യമാണ്. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തനവുമാണ്. അത് പരലോകത്തെ വളരെ കുറ്റമായിരിക്കും. അന്ത്യനാളിൽ അവർക്കാണ് ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. പിന്നെ നല്ല ഭർത്താവിന്റെ മറ്റൊരു കടമ, ഒരിക്കലും മറ്റൊരു പെണ്ണിനെ നോക്കാതിരിക്കുക. ഇന്നന്നദറ സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്. വേറൊരു പെണ്ണിനെയും നോക്കുന്നവൻ നല്ല ഭർത്താവുകയില്ല. അവന്റെ ഭാര്യ അവളെ ഒടുക്കുക. അവിചാരിതമായ ഒരു പെണ്ണിനെ നോക്കിപ്പോയാലോ അത് തിരക്കടില്ലല്ലോ എന്ന് മനസ്സിന് തോന്നിയാൽ വീട്ടിലേക്ക് മടങ്ങണം. സ്വഹീഹ് മുസ്ലിം. മനസ്സിലായില്ല? അങ്ങാടിയിൽ നടന്നു, അപ്പൊ ഒരു പെണ്ണിനെ കണ്ടു, ഉടനെ വീട്ടിലേക്ക് മടങ്ങണം. എന്നിട്ട് അവിടെ പോയി ആവശ്യം നിർവഹിക്കണം. ഫൈനൽ മാംസ കഷ്ണം എല്ലാം ഒന്നു തന്നെ. സ്വഹീഹ് മുസ്ലിം. ഞാൻ പറയുകയാണെങ്കിൽ അല്ലേ ലജ്ജയുള്ളൂ. മുസ്തഫ നബി പറഞ്ഞതാ. മാംസ കഷ്ണം രണ്ടും ഒന്നാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ വീട്ടിൽ പോയി ആവശ്യം നിർവഹിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെയോ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. എപ്പോഴും അവസാനത്തെ പ്രസംഗത്തിലെ വാക്കിതാണ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ള പ്രസംഗം നിർത്തുക. എന്താ പറഞ്ഞത്? വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പെണ്ണുങ്ങളോട് എപ്പോഴും നല്ലത് പറയണേ. എപ്പോഴും ഫഇന്നഹു അവാനുൻ ഇൻദകും. ഒരു കരാറിന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് ജീവിക്കുന്നവരാണവർ. നിങ്ങൾ അവരെ ബാപ്പയല്ല, നിങ്ങൾ അവരെ ഉമ്മയല്ല, നിങ്ങൾ അവരെ ആങ്ങളയല്ല. പിന്നെ അവരെക്കാൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. മനസ്സിലായില്ല? ബാപ്പയെയും ഉമ്മയെയും സ്നേഹിച്ചേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ സ്നേഹിക്കും. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അടുത്തുള്ളവരാണ്. ഒരിക്കലും വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. ലാ തദ്രിബൂന. ഒരിക്കലും നിങ്ങൾ അവരെ അടിക്കരുത്. ഇല്ലാ യഅ്തിന ബിഫാഹിശത്തിൻ മുബയ്യിന. വ്യക്തമായ ഒരു തെറ്റ് അവർ കൊണ്ടുവന്നാൽ ഒഴികെ. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഏതാണ് ഈ വ്യക്തമായ തെറ്റ്? 4 കാര്യത്തിന് ഭാര്യയെ അടിക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 4 കാര്യത്തിന് ഭാര്യയെ അടിക്കാവുന്നതാണ്. ഒന്ന് എപ്പോഴും അടുത്ത് വരുമ്പോഴും സൗന്ദര്യമില്ലാതെ വരും. ഒന്ന് കൊടുക്കാം. മനസ്സിലായില്ല? കാരണം ഇവർ തമ്മിലുള്ള ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ ഇവൾക്ക് എന്ത് വേണം? ഇവൾ സൗന്ദര്യം കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മളെ സാമൂഹിക ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന ആളുകളാണ്. വീട്ടിലൊന്ന് നോക്കുമ്പോൾ വീട്ടിലുള്ളതിൻ്റെ കാര്യം പറയേണ്ട എന്നൊരവസ്ഥ എന്നാണെങ്കിൽ ആ കുടുംബ ബന്ധം ഇത് നിലനിൽക്കൂല. അത് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, ചിന്തിക്കേണ്ടത്, പെണ്ണുങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങും. ആർക്ക് വേണ്ടി ഒരുങ്ങില്ല? ഭർത്താവിന്. അത് ഏറ്റവും വലിയ തെറ്റാണ്. നാളെ പറയാം.
ചിന്തിക്കണം. 4 കാര്യത്തിന് വേണ്ടി ഭാര്യയെ അടിക്കാം. അടി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 4 കാര്യത്തിന് വേണ്ടി. 1, ഇദാ അറാദ സിന തർക്കുസിന. തർക്കുസിന ഇദാ അറാദ സിന. അവന് ആ സൗന്ദര്യം ആവശ്യമുള്ള നേരത്തെ ഇവൾ സൗന്ദര്യം ഇല്ലാതെ സമീപം